ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഓണമൊക്കെ ആയി. അതുകൊണ്ട് ഓണത്തിന് വേണ്ടി അറിഞ്ഞുകൂടാത്തവർക്കുണ്ട്, മിക്കവർക്കും അറിയാമെങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വലിയ നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്കിങ്ങനെ കണ്ടോ, ഇങ്ങനെ മുറിച്ചെടുത്തു. ഇനി നമുക്കിതിൽ ചെറുതാക്കി മുറിക്കണം. ഒക്കെ അറിയാം, അറിഞ്ഞുകൂടാത്ത പലരും കാണുമെന്ന് എനിക്കറിയാം. നമ്മളിതിനെ ചെറുതാക്കി മുറിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ, ചിലർക്ക് നല്ല വലിയ കഷ്ണമായിട്ട് എടുക്കും, ചിലർ ഇതിൻ്റെ നടുക്കത്തെ സാധനം ഞാൻ കളയാറുണ്ട്, നിർബന്ധമില്ല. കുരുവൻ കളഞ്ഞേക്കാം. എന്നിട്ട് നമ്മളിതിങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. എങ്ങനെ വേണമെങ്കിലും മുറിക്കാം, സാധാരണ ഇങ്ങനെയാണ് മുറിക്കാറ്. ബാക്കി നമുക്ക് കാണാം. കണ്ടോ, ഇത് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ അരിഞ്ഞ് വെച്ചു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 4 പച്ചമുളക് വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇതിനകത്തിട്ട് അരിഞ്ഞിടാം. അറിയാമല്ലോ എല്ലാവർക്കും. ഒരു കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ കഷ്ണം ഇഞ്ചി, അത് നമുക്കതുപോലെ അരിഞ്ഞെടുക്കാം. ഇത്രയും വലിയ കഷ്ണമായിട്ട് അരിയേണ്ട, ഞാൻ അരിഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നമ്മളിത് ചെറുതാക്കാം. വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം, വെളുത്തുള്ളി ഇടുന്നില്ല. ഇതുപോലെ ചെറിയ കഷ്ണം. നമ്മളിവിടെ ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടാവണം. അടുപ്പത്ത് ചട്ടി വെച്ച് ഫ്ലെയിം ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല എണ്ണയാണ് ഒഴിക്കുന്നത്. അതായത് നമ്മുടെ എള്ളെണ്ണ. ഇച്ചിരി കൂടുതലിരുന്നോട്ടെ, കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞു. കടുക് പൊട്ടി ഞാൻ കറിവേപ്പിലിടുകയാണ്. കുറച്ച് ഉണക്കമുളകാണ്, അത് വെച്ച് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മൂത്തിട്ട് ഇത് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇട്ടു, ഒന്ന് മൂക്കട്ടെ. മല്ലിക്ക് മഞ്ഞളിന് വേവിച്ചിട്ട് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഇതിനാവശ്യമുള്ള മുളക് പൊടി, അതായത് ഞാൻ 2 സ്പൂൺ മുളക് പൊടി ഇടുന്നു. പോരെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ചേർത്താണ് ഇട്ടുള്ളത്. ഞാനിത് മുഴുവൻ എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ടുള്ളൂ. പകുതി ഞാൻ വേറൊരു കാര്യം ഉണ്ടാക്കാൻ വെച്ചിരിക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിടാം, ഇതിനാവശ്യമുള്ള ഉപ്പ്. കല്ലുപ്പാണിത്.
ഇത് വരുമ്പോൾ ചുമയ്ക്കുമ്പോൾ മുഖം തിരിച്ച് ചുമയ്ക്കുക. ഇതിലോട്ട് ചുമച്ച് ചേർക്കരുത്, അപ്പോൾ ഇച്ചിരി കൂടും കിട്ടും. ഇതിലേക്ക് ഇതിനാവശ്യമായ വെള്ളം, ഇത് ചൂടാക്കിയ വെള്ളമാണ്, പച്ചവെള്ളമല്ല. ഇത്രയും മതിയാവും. ഏകദേശം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് വേവണം ഇതിനകത്ത് കിടന്ന്. ഞാനിപ്പോൾ പുളി ഇട്ടിട്ടില്ല, ഇതിന് നല്ല പുളിയുണ്ട്. അപ്പം നമ്മൾ നോക്കണം എങ്ങനെ പുളിയുണ്ടോ ഒന്ന് നോക്കണം. പുളിയുണ്ട്. പുളി വേണ്ട, പുളി ഇല്ലെങ്കിൽ നമ്മൾ വാളംപുളി കുറച്ച് പിഴിഞ്ഞൊഴിക്കാം. ഇതിപ്പോൾ പുളിയുള്ളതുകൊണ്ട് ഞാൻ ഒഴിക്കണില്ല. പുളി ഇല്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുക്കുക, കുതിർത്ത് വയ്ക്കുക, ആ വെള്ളം ഒഴിക്കുക. ഇത് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് ഉണ്ടോ വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരയാണ്, ഞാൻ ശർക്കര ചീകി വെച്ചിരിക്കുകയാണ്. ഇത് 2 ടീസ്പൂണോളം ശർക്കര വരും. അത് നമുക്ക് നോക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് ദിവസം വെക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ പുളി ചേർത്തിട്ടില്ല, കുറച്ച് ദിവസം വെക്കണമെങ്കിൽ നന്നായിട്ട് തണുത്തിട്ട് ഒരു ടീസ്പൂണോ ഒരു 1.25 ടീസ്പൂണോ നമ്മുടെ വിനീഗറും കൂടെ ഒഴിച്ച് വെച്ചിരുന്നാൽ കുറച്ച് ദിവസം ഇരിക്കും. ഇത് കണ്ടേ നല്ല ഭംഗി, ഇതെല്ലാം കണ്ടോ ബ്രൗൺ കളറാണ് ഇതിപ്പോൾ. ആരെങ്കിലും പറ്റിക്കാട്ടോ, ഇറച്ചിയാണെന്നറിയാം. കുറച്ച് നോൺ വെജിറ്റേറിയൻസിന് പറ്റിക്കാൻ പറ്റും. നല്ല പുറത്തിറച്ചിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കഴിക്കില്ല, ഉണ്ടാക്കും. കണ്ടോ സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഈ നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ, നാരങ്ങ ടൊമാറ്റോ എടുക്കുമ്പോൾ ആകുന്നത് നമ്മൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അലൂമിനിയത്തിൽ ഒട്ടും ഉണ്ടാക്കരുത്, ഇരുമ്പ് കുഴപ്പമില്ല. അത് നമ്മളിത് അരിഞ്ഞൊക്കെ ഇടുമ്പോൾ ഇതുവരെ ഗ്ലാസ് പാത്രത്തിൽ അരിഞ്ഞിടുക, പ്ലാസ്റ്റിക്കിലൊന്നും അരിഞ്ഞിടരുത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പലർക്കും അത് അറിയില്ല. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പിക്കകത്തൊക്കെ ആക്കി വയ്ക്കണത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി വേറെ ചട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇവിടെ ഇപ്പുണ്ട്. ആദ്യം ഉണ്ടാക്കിയതാണ് ഇത്. നമ്മൾ രണ്ടാമത്തെ ഉണ്ടാക്കാൻ പോകും. ഒരു നാരങ്ങ ഇട്ട് നമ്മൾ 2 തരത്തിലോ 3 തരത്തിലോ ഉണ്ടാക്കും. ഞാനിപ്പോൾ 2 തരത്തിലുണ്ടാക്കുന്നത്. ഇതിലോട്ട് വീണ്ടും ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. അതേപോലെ തന്നെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലൊഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കടുകിടാം. ഒരല്പം കടുക് പൊട്ടിട്ട് ചട്ടി ചൂടായില്ല. ചട്ടി ചൂടായിക്കോട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞു. നമുക്കിനി കറിവേപ്പിലിടാം. കറിവേപ്പിലിട്ടു. ഒരു 3 പച്ചമുളക് അരിഞ്ഞതാണ്, ചെറുതായിട്ട് ആദ്യത്തെ പോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത്. മരത്തിൻ്റെ ചിരട്ടയുടെ ഒക്കെ കയ്യിലാണ് നല്ലത്. തീരെ കുഴപ്പമില്ല, തീരെ വലിയ കുഴപ്പം ചെയ്യില്ല. ഇനി ഇതിലേക്ക് ഞാൻ നാരങ്ങയാണ് ഇടാൻ പോകുന്നത്. ആദ്യം നമ്മൾ അരപ്പിട്ടിട്ടിട്ടു. ഇതിപ്പോൾ നാരങ്ങ ഇട്ടിട്ടാണ് ഇടാൻ പോകുന്നത്. പകുതി നാരങ്ങ എടുത്തരുതില്ല, ബാക്കി പകുതി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. പക്ഷേ നമ്മൾ കായൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇത് നമുക്ക് കായ ഇടാം. ഇനി ഞാനിപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പിടാൻ പോവാണ്. ഇതിപ്പോൾ പുളിയുള്ള നാരങ്ങയാണ്. പുളിയില്ലാത്ത നാരങ്ങ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ പുളി വാളംപുളി പിഴിഞ്ഞൊഴിക്കുകയോ അല്ലെങ്കിൽ തണുത്തതിന് ശേഷം ചെറുക്ക അല്ലെങ്കിൽ വിനീഗർ ഒഴിച്ച് വയ്ക്കണം. ഇത് നല്ല പുളി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ വാടി. നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഞാൻ ഇതിലിടുന്നുള്ളൂ. മറ്റേതിന് നമ്മൾ മല്ലിപ്പൊടി കൂടി ഇട്ടു. ഇതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ. നമുക്ക് നോക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചുമ വരുന്നത്. ചുമയ്ക്കിപ്പോൾ ദൂരെ മാറിയത് എനിക്ക് അത്രയേ ഉള്ളൂ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം. ഇത് മറ്റേതുപോലത്തെ കടും കളറല്ല. കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മതി, ഇങ്ങനെ എടുക്കാം.
ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്തോട്ടെ. ഇത് പകുതി വെന്തു, എന്നാലും ഒന്ന് വെന്തോട്ടെ. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിവും ഒക്കെ നോക്കാം. എല്ലാം കറക്റ്റാണ്. ഇച്ചിരി കൂടെ ആകാം. അല്പം ഉപ്പും കൂടെ ഇട്ടു. ഇതിലും നമുക്ക് ശർക്കര വേണമെന്നുള്ളവർക്ക് ശർക്കര ഇടാം. ഞാൻ എല്ലാത്തിനും ശർക്കര ഇടാറുണ്ട്. ചെറുകി വെച്ചതാണ്, ഞാൻ 1 സ്പൂൺ ഇട്ടു. വേണമെങ്കിൽ നമുക്ക് നോക്കണം, മതിയോന്ന് നോക്കണം. പുളി ഒട്ടും ചേർത്തിട്ടില്ല, കാരണം പുളി ഉള്ളതുണ്ട്. പഴുത്തതാണെങ്കിൽ നല്ല പുളി കാണും. സാധാരണ കറുത്ത പച്ച നിറമുണ്ടല്ലോ, ആ പച്ച നിറത്തിന് വലിയ പുളി കാണും. ഒരു കയ്പ്പ് ചുവ വരും അതിന്. നല്ല പഴുത്തത് നോക്കി മേടിക്കുകയാണെങ്കിൽ അത് നല്ല പുളി ഉണ്ടാവും. ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ മതിയോ എന്ന്. മതി. ശർക്കര ആണെങ്കിൽ ഇച്ചിരി കൂടി ആവാം. നല്ല സ്വാദുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ്. ഇത് മാത്രം മതി. ഇപ്പോഴേ ഒരു ഓണത്തിൻ്റെ ഒരു മണമൊക്കെ വന്നു. മതി, ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഒരു വലിയ നാരങ്ങ കൊണ്ട് 2 തരത്തിലും 2 ടേസ്റ്റിലും 2 കളറിലും ഉണ്ടാക്കിയ അച്ചാറുകളാണിത്. ഓണത്തിന് ഒരു മാക്സിമം ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാറാണ്. വളരെ എളുപ്പമാണിത്. ഈ അരിയണ ഒരു താമസം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെട്ടെന്നാവും. ഞാനിത് പുളി ചേർത്തിട്ടില്ല, ഒട്ടും പുളി ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. കാരണം ഈ നാരങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ട്. അപ്പോൾ പുളി ഇല്ലാത്ത നാരങ്ങയാണെങ്കിൽ നമ്മൾ വാളംപുളി കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം, തിളപ്പിക്കണം. വാളംപുളി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം, അങ്ങനെ എടുക്കണം. അപ്പോൾ ടേസ്റ്റ് നോക്കുക, എന്നിട്ട് ഇടുക. ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട്, 2ലും കുറേശ്ശെ ശർക്കര ഇട്ടിട്ടുണ്ട്. ശർക്കര ഇടണമെന്നുള്ളതൊക്കെ ശർക്കര ഇടാം. പിന്നെ ഇത് പുളി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് തണുത്തിട്ട് ഏകദേശം ഒന്ന് തണുത്ത് വരുമ്പോൾ വിനീഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചാൽ അത് കുറച്ച് ദിവസം ഇരിക്കും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന 2 തരത്തിലുള്ള നാരങ്ങാക്കറിയാണ്. ഒരു നാരങ്ങ കൊണ്ട് 2 തരം. എങ്ങനെയുണ്ട് ഈ വിശേഷപ്പെട്ട നാരങ്ങാക്കറി? എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇത്രയും നേരം കണ്ടതിന് നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യണം.